വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതിയാണ് നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് പേർക്ക് അങ്ങനെ യൂട്യൂബിലൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ചുമ്മാ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ട് കാര്യമില്ല. അതിന് ഓരോ കാറ്റഗറിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഇടുകയും അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു യൂട്യൂബിനകത്താണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ. അറിയാമായിരിക്കുമല്ലോ. അപ്പം അതെങ്ങനെ കംപ്ലീറ്റ് ആക്കാം, ഇങ്ങനെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് നേടാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം പലർക്കും പല പ്രശ്നമായിരിക്കും. ചിലർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആകത്തില്ല, ചിലർക്ക് വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരുപാട് പലർക്കും പല രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഞാൻ ഇതിനു മുന്നേ ഒരു ചാനൽ തുടങ്ങിയത് ഫ്ലോപ്പായി പോയി നിർത്തി. കാരണം ഞാൻ ആദ്യത്തെ ചാനൽ അത് ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ നേടിയിരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. മറ്റുള്ളവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട്, അല്ല എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ഞാൻ റെഗുലർലി വീഡിയോ ഇട്ടില്ല, അത് രണ്ടാമത്തെ തെറ്റ്. 3 നമ്മുടെ ടൈം. എനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസും. അപ്പോൾ ഇത്രയും തന്നെ നമ്മുടെ ചാനൽ ഫ്ലോപ്പ് ആകാനായിട്ടുള്ള റീസണായി. അതുപോലെ തന്നെ ഞാൻ എടുത്ത കണ്ടൻറ്റും അത്രയ്ക്ക് മറ്റുള്ളവരിലോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ് ആയിരുന്നില്ല. ജസ്റ്റ് ബ്യൂട്ടി ബ്ലോഗ് പോലെയായിരുന്നു. പക്ഷേ ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആ സമയത്ത് കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ട് നമ്മൾ അത്ര വ്യൂസ് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് നിർത്തി. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആക്കിയതുകൊണ്ട് തന്നെ അവർ ചാനൽ കാണുന്നില്ലായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്തില്ലേ. പക്ഷേ അതെല്ലാം മാറ്റി നല്ല രീതിയിൽ എൻ്റേതായ രീതിയിൽ ഞാൻ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ഇതുപോലെ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മിനിമം പോയ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് വീഡിയോ ഷെയർ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാലോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു 3-4 ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു 10-250 സബ്സ്ക്രൈബേഴ്സിന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഷോർട്ട് വീഡിയോ. സെക്കൻഡ്, നിങ്ങളിപ്പം ലോങ് വീഡിയോയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു വീഡിയോ നിങ്ങൾക്കൊരു 30-35 വ്യൂസാണ് കിട്ടിയെങ്കിൽ മിനിമം ഒരു 5 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഒരു 3 ഒരു ദിവസം അപ്ലോഡ് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് റെഗുലർ ടൈം അനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല കിട്ടുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വാച്ചവേഴ്സും കംപ്ലീറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കണ്ടൻറ്റ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് ഏതാണെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു വിവാദമായിട്ടുള്ള ഇഷ്യൂ വന്നാൽ അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് പെട്ടെന്ന് ആൾക്കാരിലെത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഞാൻ പറഞ്ഞു തന്നത്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിന് റീച്ച് ആകാനും വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന 3 ടിപ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ
റെഗുലർലി എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് 3-4 അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താണ് കണ്ടൻറ്റ് ഞാൻ പറഞ്ഞു തന്ന റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ആ കണ്ടൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് നോക്കുക. എന്തായാലും നിങ്ങളുടെ ചാനൽ സക്സസ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.